ഇടത് സഹയാത്രികനായി താൻ തുടരുമെന്ന് മുൻ MLA കാരാട്ട് റസാഖ്. പരാതികൾ പരിഹരിക്കാൻ ഭരണതലത്തിൽ ഇടപെടൽ ഉണ്ടായി. പരാതിക്ക് ആധാരമായ പദ്ധതികൾ നടപ്പിലാക്കാത്ത സാഹചര്യം ഇനി ഉണ്ടാവില്ലെന്ന് ഉറപ്പും കിട്ടി. ഇടത് സഹയാത്രികനായപ്പോഴാണ് വികസന പദ്ധതികൾ ഏറെ ലഭിച്ചതെന്നും കാരാട്ട് റസാഖ് 24-നോട് പറഞ്ഞു. ഇടതുപക്ഷ സഹയാത്രികനായി തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഭരണതലത്തിലും അല്ലാതെയൊക്കെ പല ആളുകളും ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഷയങ്ങൾ അവസാനിപ്പിച്ച് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാർ ലഭിച്ചിട്ടുള്ള പദ്ധതികൾ നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ഒരു താല്പര്യം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അത് നഷ്ടപ്പെടാതിരിക്കുമ്പോൾ ഇടത് സഹയാത്രികനായി തുടരുന്നതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലല്ലോ. ഇടത് സഹയാത്രികനായി നിൽക്കുന്ന സമയത്താണ് എനിക്ക് കൊടുവള്ളി മണ്ഡലത്തിൽ ഇത്രയും വലിയ വികസനങ്ങൾ മുഖ്യമന്ത്രി വളരെ താല്പര്യമെടുത്ത് നൽകിയിട്ടുള്ളത്. കാരാട്ട് റസാഖുമായി സംസാരിച്ച മിഥില ബാലൻ കോഴിക്കോട് നിന്ന് തത്സമയം ചേരുകയാണ്. മിഥില, റസാഖ് എന്തായാലും ആയുധം വെച്ച് കീഴടങ്ങിയോ? എന്താ നമുക്ക് മനസ്സിലായത്? ഇടത് സഹയാത്രിയായി തുടരും എന്ന് തന്നെയാണ് കാരാട്ട് റസാഖ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് നയിച്ച ഒരു കാരണം എന്നത് പ്രാദേശിക വികസന പദ്ധതികൾ അട്ടിമറിക്കപ്പെടുന്നു എന്ന ഒരു പരാതിയായിരുന്നു കാരാട്ട് റസാഖ് മുന്നോട്ട് വെച്ചത്. ഈ പരാതി പറഞ്ഞിട്ടും CPM നേതൃത്വമോ അല്ലെങ്കിൽ ഭരണതലത്തിലോ ഒരു ഇടപെടലുണ്ടാകുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇടതിനൊപ്പമുള്ള യാത്ര അവസാനിക്കണോ എന്ന ഒരു തീരുമാനത്തിലേക്ക് കാരാട്ട് റസാഖ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ചർച്ചകളെല്ലാം സജീവമായിട്ടുണ്ടായിരുന്നു. എന്നാൽ മറിച്ചൊരു തീരുമാനം താൻ എടുക്കുകയാണെങ്കിൽ, തെരഞ്ഞെടുപ്പ് സമയത്ത് മറിച്ചൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് പാർട്ടിയെ അല്ലെങ്കിൽ മുന്നണിയെ വലിയ രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തിരിക്കാൻ CPM നേതൃത്വം കാരാട്ട് റസാഖിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ ഭരണതലത്തിൽ തന്നെ ഒരു ഇടപെടൽ ചർച്ച നടന്നിട്ടുണ്ട്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ്, അതായത് ഉന്നയിച്ച പരാതികൾ പരിഹരിക്കപ്പെടും, ഒരു വികസന പദ്ധതികളും ഒരിക്കലും തടയപ്പെടില്ല അല്ലെങ്കിൽ അത് പരിഹരിക്കപ്പെടാതെ ഇരിക്കില്ല എന്ന ഒരു ഉറപ്പ് കാരാട്ട് റസാഖിന് ഭരണതലത്തിലും പാർട്ടി തലത്തിലും ലഭിച്ചിട്ടുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇടത് സഹയാത്രിയായി തുടരും എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. താങ്ക് യു മിഥില ബാലൻ.